എനിക്ക് KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സമ്മേളനം എവിടെ നടത്തണം എന്ന് അന്ന് ഞാൻ KSU പ്രസിഡന്റ് ആയിരിക്കും എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പ്രിയപ്പെട്ട ചെയർമാൻ, ഞങ്ങൾ അന്ന് ആ സമ്മേളനം നടത്തിയത് കോഴിക്കോട് കടപ്പുറത്താണ്. KSU സമ്മേളനം കടപ്പുറത്ത് നടത്തിയാൽ നന്നാവൂ എന്നുള്ള ആശങ്കയൊക്കെ അന്ന് ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രഭാരേട്ട അന്നൊരു ഉറപ്പ് തന്നു, ധൈര്യമായിട്ട് നിങ്ങൾക്ക് നടത്താം. കോഴിക്കോട് കടപ്പുറത്ത് അന്ന് പരിപാടി നടത്താൻ തീരുമാനിച്ചു. ആ പരിപാടി നടത്താൻ തീരുമാനിച്ച് അതിൻ്റെ സംഘാടന കാര്യങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഷഹീന് പക്ഷേ കോഴിക്കോട്ടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട്ടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഷഹീന് കഴിയാതെ പോയതിൻ്റെ കാരണം ഷഹീൻ അന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഷഹീൻ ബേബിയിൽ അഡ്മിറ്റായത് പനി പിടിച്ചിട്ടോ തലവേദന പിടിച്ചിട്ടോ അല്ല. സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി കൊടികെട്ടിക്കൊണ്ടിരുന്ന സഹപ്രവർത്തകർ അവരോടൊപ്പം രാത്രികളിൽ സംഘടനാ ഒരുക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചെടുത്ത് ഷഹീനെ വളഞ്ഞു വെച്ച് യാതൊരു പ്രകോപനവും ഒരു ഇൻസിഡൻറ്റും ഇല്ലാതെ അതിക്രൂരമായ മർദ്ദനം നടത്തി കയ്യിൻ്റെയും കാലിൻ്റെയും എല്ല് തല്ലി ഒടിച്ച് 2 ഫ്രാക്ചർ, കയ്യിനും കാലിനും അല്ല അന്ന് വന്നത്, ഇടത് കയ്യിൽ ഫ്രാക്ചർ വന്ന് സർജറി വേണ്ടി വന്ന് അന്ന് ഇതുവരെ ഇടേണ്ടി വന്ന അത്ര ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവേണ്ടി വന്നിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ഷഹീൻ ഒന്നിൻ്റെയും മുമ്പിൽ അങ്ങനെ ഇടിച്ചു കയറി നിൽക്കുന്ന ഒരാളോ അവനവൻ്റെ ഇടം ഇടിച്ചു കയറി വന്നുണ്ടാക്കുന്ന ഒരാളോ അല്ല. പക്ഷേ ഡീപ്പായിട്ടുള്ള സംഘടനാ പ്രവർത്തനം പ്രസ്ഥാനത്തിന് വേണ്ടി, മുന്നണിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നടത്താൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് പോകാൻ ഇതുവരെ എൻ്റെ പരിചയവും കാര്യങ്ങളും വെച്ച് തന്നെ ഞാൻ പറയുന്നു, മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ ഒരു സിൻസിയറായിട്ട് വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു അടിമുടി UDF കുടുംബമാണ്. ഗ്രാൻഡ് പാരൻസ് മുതൽ ഇന്നേ വരെയുള്ള ആ കുടുംബത്തിലെ എല്ലാവരും ജനാധിപത്യ മുന്നണിയുടെ കരുത്തും കാവലുമാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെയാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. എത്ര കേസിൽ ഈ ഗവൺമെൻറ് പ്രതിയാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് കാരണം 2 ജില്ലാ കമ്മിറ്റികളിൽ 2 ജില്ലാ കമ്മിറ്റിയുടെ അടുപ്പിച്ച അധ്യക്ഷനാണ്. കോഴിക്കോട്ടെ ജില്ലാ പ്രസിഡന്റായ എൻ്റെ കമ്മിറ്റിയിലും അതിന് ശേഷം വന്ന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലും ഷഹീൻ ജില്ലാ പ്രസിഡന്റാണ്. 2 കമ്മിറ്റിയിലും അധ്യക്ഷ സ്ഥാനത്ത് ഷഹീൻ ഇരിക്കുമ്പോൾ എത്ര കേസിലകപ്പെട്ടിട്ടുണ്ടാവുമെന്നുള്ളതിന് ഇപ്പോൾ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോഴായിരിക്കും ഏകദേശം നോമിനേഷൻ കൊടുക്കുമ്പോൾ എത്ര കേസിൻ്റെ പ്രതിയാണ് ഏകദേശം നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി പറയാം. ഭരണകൂടം നമ്മൾ പുറത്ത് കാല് വെച്ചാൽ നമ്മളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഈ ചെറുപ്പക്കാരൻ സമരങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയതിൻ്റെ പേരിൽ 92 കേസിൽ പ്രതിയാണ് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വെറുതെ പറയാൻ പറ്റില്ല. നോമിനേഷൻ കൊടുക്കുമ്പോൾ എഴുതി കൊടുക്കണ്ടേ, അല്ലേ? എഴുതി കൊടുക്കണ്ടേ? അഡീഷണൽ പേജ് വെച്ചിട്ട് എഴുതി കൊടുക്കണം.